ഹായ് ഓൾ. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട വാർത്താ താരം എന്ന് പറയുന്നത് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ കുഴിമന്തിയാണ് അല്ലേ. നമുക്ക് പല ആളുകൾക്കും കുഴിമന്തി ഭയങ്കര ഇഷ്ടമുണ്ടാവും, ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാവും. എന്തായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകളുടെ കേന്ദ്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചർച്ചകളുടെ കേന്ദ്രം എന്ന് പറയുന്നത് കുഴിമന്തിയും അങ്ങനെയുള്ള ഫുഡൊക്കെയാണ്. അപ്പോൾ എന്താണ് സംഭവം അല്ലേ? കുഴിമന്തി കഴിച്ച് ഒരാൾ മരിച്ചു എന്ന് പറയുന്നു. പിന്നെ അത് കുഴിമന്തി കഴിച്ചത് കൊണ്ടല്ല, ആത്മഹത്യ ചെയ്താണെന്ന് വേറെ വാർത്ത വരുന്നു. അതുപോലെ തന്നെ പല ഹോട്ടലുകളിൽ നിന്നും പല ഭക്ഷണങ്ങൾ പിടിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെയുള്ള ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം? കുഴിമന്തി കഴിച്ചാൽ ആരെങ്കിലും മരിച്ചു പോവോ? കുഴിമന്തിയാണോ പ്രശ്നം, അല്ലെങ്കിൽ കുഴിമന്തിക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പ്രശ്നം ഉണ്ടോ? നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് പിന്നിലുള്ള സയൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഴിമന്തിയിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് മരിച്ചു പോകുന്നൊന്നുമല്ല അല്ലേ. ഏത് ഫുഡിനും സംഭവിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇതിന് പിന്നിലുള്ള അടിസ്ഥാന കാരണം. ഞാൻ നേരത്തെ പറഞ്ഞ ആത്മഹത്യ ചെയ്ത് മരിച്ച ആ വിഷയമല്ല കേട്ടോ. ഏത് ഫുഡ് കഴിച്ചാലും നമുക്ക് വരാവുന്ന ഒരു കാര്യമാണ് ഫുഡ് പോയ്സൺ എന്ന് പറയുന്നത്, അഥവാ ഭക്ഷ്യ വിഷബാധ എന്ന് പറയുന്നത്. അത് കുഴിമന്തിക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രത്യേക പ്രശ്നമൊന്നുമല്ല. ഏത് ഫുഡ് കഴിച്ചാലും നമുക്ക് അതിൽ ഭക്ഷ്യ വിഷബാധയുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാവും. നമ്മൾ മരണത്തിലേക്ക് വരെ നമ്മൾ എത്തിയേക്കാം. എന്താണ് ഈ ഭക്ഷ്യ വിഷബാധ അഥവാ ഫുഡ് പോയ്സൺ എന്ന് പറയുന്നത്? നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത് കുഴിമന്തിക്ക് മാത്രമല്ല, ഏത് ഫുഡാണെങ്കിലും അതിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാവുകയും അത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം മൈക്രോ ഓർഗാനിസത്തെ കുറിച്ചൊക്കെ, അഥവാ സൂക്ഷ്മ ജീവികളെക്കുറിച്ച് നമ്മൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പല സൂക്ഷ്മ ജീവികളും എന്ത് ചെയ്യും? ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യും? പലതരത്തിലുള്ള വിഷ അംശങ്ങൾ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അത് അങ്ങനെയുള്ള പഴകിയ ഫുഡോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ സൂക്ഷ്മാണുക്കൾ ഉണ്ടെങ്കിൽ, അത് ഇത്തരത്തിലുള്ള ടോക്സിക് സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? പല രൂപത്തിലുള്ള ദഹന പ്രശ്നങ്ങളും, അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രീമിലേക്ക് പോയാൽ മരണം വരെ സംഭവിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് ഇത്തരത്തിലുള്ള ഫുഡ് പോയ്സൺ സംഭവിച്ചതുകൊണ്ടാണ്. എങ്ങനെയൊക്കെയാണ് ഫുഡ് പോയ്സൺ സംഭവിക്കുക? പ്രധാനമായും പഴകിയ ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ഹോട്ടലുകളിലാണെങ്കിലും കൃത്യമായി വൃത്തിയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഫുഡ് തയ്യാറാക്കിയില്ലെങ്കിൽ, പഴകിയ ഫുഡ് വീണ്ടും നമുക്ക് തരികയാണെങ്കിൽ, അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഏതൊക്കെ ഫുഡിനാണ് ഫുഡ് പോയ്സൺ വരാൻ സാധ്യത കൂടുതൽ. അവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡിന് ഇത്തരത്തിലുള്ള ഫുഡ് പോയ്സൺ വരാനുള്ള സാധ്യത, പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഏതാണെങ്കിലും, ഇപ്പോൾ മീറ്റ് നമുക്കറിയാം, ഇറച്ചി, അത് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും അതുപോലെ തന്നെ ഏത് മീറ്റ് ആണെങ്കിലും അത് വലിയ രൂപത്തിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് വളരെ കൂടുതലുള്ള ഫുഡാണ് മീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇറച്ചി വിഭവങ്ങൾ നമ്മൾ അധിക സമയത്തേക്ക്, അല്ലെങ്കിൽ അത് പഴകിയ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ ഫുഡ് പോയ്സൺ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം പെട്ടെന്ന് തന്നെ അതിൽ മൈക്രോ ഓർഗാനിസംസ് വരികയും അത് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ മീറ്റ് നമ്മൾ കൂടുതൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ച് ആ രൂപത്തിൽ പ്രിസർവ് ചെയ്തുകൊണ്ട് വേണം സൂക്ഷിക്കാൻ. പല രൂപത്തിലുള്ള പ്രിസർവിങ് മെക്കാനിസംസ് നമുക്കറിയാം, കൺസർവിങ് മെക്കാനിസംസ് നമുക്കറിയാം. ആ രൂപത്തിൽ സൂക്ഷിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ? മീറ്റ് ഉപയോഗിക്കാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഫ്രഷായി തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നമുക്ക് നല്ലത്. ഓക്കെ. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ഉപയോഗിച്ച മീറ്റ് വിഭവങ്ങൾ അത് കുറേ സമയം പുറത്ത് വെച്ച് അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് ചൂടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഒപ്പിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുകയാണെങ്കിലൊക്കെ അത് ഫുഡ് പോയ്സൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ കുഴിമന്തി ആണെങ്കിലും, ഇനി കുഴിമന്തി മാത്രമല്ല, മീറ്റുള്ള ഏത് വിഭവമാണെങ്കിലും, അപ്പോൾ ബിരിയാണി ആണെങ്കിലും മറ്റേത് കാര്യമാണെങ്കിലും നോൺ വെജ് ഐറ്റംസ് എല്ലാറ്റിനും കുറച്ച് സാധ്യത കൂടുതലാണ് പെട്ടെന്ന് കേടുവരാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ നോൺ വെജ് ഐറ്റംസിന് മൊത്തത്തിൽ പ്രശ്നമുണ്ടെന്നല്ല, മറിച്ച് അത് കുറച്ച് പെട്ടെന്ന് എന്ത് ചെയ്യും? കേടുവരാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നതാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെയാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് എഗ്ഗ് അല്ലേ. എഗ്ഗ് നമുക്കറിയാം, മുട്ട പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? കേടുവരും പുറത്തേക്ക് നമ്മൾ വെക്കുകയാണെങ്കിൽ, അത് പൊളിക്കുകയാണെങ്കിൽ. അപ്പോൾ ആ മുട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, മുട്ട ഉപയോഗിച്ചുകൊണ്ടുള്ള വിഭവങ്ങളും ആ രൂപത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതാണ് അല്ലേ. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കറിയാം റോ എഗ്ഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള മയോനൈസുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ മയോണൈസുകളിൽ
പിന്നെ പച്ചമുട്ടയാണ് ഉപയോഗിക്കുന്നത്. ആ പച്ചമുട്ട ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കേട് വരാനുള്ള സാധ്യതയുണ്ട്. അതിനർത്ഥം മയോനൈസ് കൂട്ടരുത് എന്നുള്ളതല്ല, മറിച്ച് മയോനൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ റോ എഗ് ഉപയോഗിച്ചുകൊണ്ടുള്ള മയോനൈസ് ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രഷായി തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ആ രൂപത്തിലാണ്. അതല്ലെങ്കിൽ മറ്റു മെക്കാനിസം നമ്മൾ പിന്നെ പാസ്ചറൈസേഷൻ പോലെ അല്ലെങ്കിൽ റോ എഗ് അല്ലാതെ നമ്മൾ ഉപയോഗിക്കാനുള്ള മറ്റ് മാർഗ്ഗങ്ങൾ നമ്മൾ തേടണം. ഇതാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കഴിക്കുക. ഇപ്പോൾ ഏത് ഫുഡാണെങ്കിലും അത് പിന്നെ വളരെ നേരം ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതൊക്കെ ഫുഡ് പോയ്സൺ അടിക്കാം. ഈവൻ നമ്മൾ പറയുന്ന സാമ്പാറാണെങ്കിലും അല്ലെങ്കിൽ ചോറാണെങ്കിലും പുട്ടാണെങ്കിലും പോലും എന്താണ്, ഫുഡ് പോയ്സൺ വരാം. കാരണം അതിലേക്ക് മൈക്രോ ഓർഗാനിസംസ് വന്ന് അത് ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്താൽ സാമ്പാർ കഴിച്ചാലും പ്രശ്നമാണ്, അല്ലെങ്കിൽ പുട്ട് കഴിച്ചാലും പ്രശ്നമാണ്, കടലക്കറി കഴിച്ചാലും പ്രശ്നം തന്നെയാണ്. പക്ഷേ പ്രോട്ടീൻ റിച്ച് ആയത് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങളായി മാറ്റുക. പിന്നെ അറേബ്യൻ ഫുഡ് പ്രശ്നമാണ്, അല്ലെങ്കിൽ പിന്നെ അത്തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ ഫുഡ് പ്രശ്നമാണ്, സൗത്ത് ഇന്ത്യൻ ഫുഡ് പ്രശ്നമാണ്, അങ്ങനെ ഓരോ ഫുഡ് പ്രശ്നമാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കേണ്ടത്. മറിച്ച് എന്തുകൊണ്ടാണ് ഫുഡ് പോയ്സൺ ഇപ്പോൾ ഈ കുഴിമന്തിയിൽ വരുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട്? കാരണം കുഴിമന്തിയിൽ നോൺ വെജാണ്, പെട്ടെന്ന് കേടി വരാം. അപ്പോൾ അവർ ഹോട്ടലുകാർ അത് കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. ബിരിയാണി ആണെങ്കിലും മയോണൈസ് ആണെങ്കിലും ഒക്കെ അത് ആ രൂപത്തിലാണ്. അതിൻ്റെ കാരണം മനസ്സിലാക്കുക, അണ്ടർലൈങ് റീസൺ നമ്മൾ മനസ്സിലാക്കുക, ആ രൂപത്തിൽ ലോജിക്കലായി കാര്യങ്ങളെ കാണുക. എന്തെങ്കിലും വിവാദം ഉണ്ടാകുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ പോകുന്നതിന് പകരം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന അന്വേഷണം കൂടി നടത്തുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ സാധിക്കും എന്നത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സമയത്ത് ഇത്തരമൊരു വിഷയവുമായി വന്നത്. താങ്ക്